ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ് ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ ഷുഗർ ബീഡ്, ആൻറ്റി ഗോൾഡിൻ്റെ തന്നെ കട്ട് ബീഡ്, പിന്നെ നമുക്ക് ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന ഒരു നോർമൽ സ്യൂയിങ് ത്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ നീഡിൽ നമ്പർ 12 ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിൽ ഇതാണ്. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ഡിസൈന് പേപ്പറിലേക്ക് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം ഡിസൈൻ തന്നെ ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ കളറുള്ള കാർബൺ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ എടുത്തേക്കുന്ന മെറ്റീരിയൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ആ നീഡിലേക്ക് ഒരു 6 ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി ആ റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് കട്ട് ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി അതൊന്ന് ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് കട്ട് ബീഡ് വരുന്നതായിരിക്കും. ഇനി അതിൻ്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം ലോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിക്സും കൂടെ ചെയ്ത് കൊടുക്കണം. ഇനി ഫ്ലവറിൻ്റെ പെറ്റലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്കൊരു 3 കട്ട് ബീഡ് എടുത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെറ്റലിൻ്റെ ഷേപ്പ് വരുന്നത് അതിനനുസരിച്ച് വേണം ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ 3 എണ്ണം വെക്കേണ്ടി വരും, ചിലപ്പോൾ 2 എണ്ണം വെക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ പെറ്റലിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ്. ഇനി ഈ സ്റ്റെമ്മിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അവിടെയും ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ നമുക്ക് ആ സ്റ്റെം പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ലീഫാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ നീഡിലെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 3 കട്ട് ബീഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് കട്ട് ബീഡ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് പോരണം. നമ്മൾ നേരത്തെ എങ്ങനെയാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇവിടെയും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇനി നീഡിൽ ഇവിടുന്ന് വേണം എടുക്കാനായിട്ട്. ഇവിടുന്ന് നീഡിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഷുഗർ ബീഡാണ് കേട്ടോ എടുക്കേണ്ടത്. ഒരു 10-15 ഷുഗർ ബീഡ് ഒന്നിച്ചെടുക്കുവാണ്. എന്നിട്ട് ഇതുപോലെ വളച്ച് കൊടുത്ത് നോക്കണം. വളച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച്, എന്ന് വെച്ചാൽ ആ സൈസ് എത്രത്തോളം വരുമോ അതിനനുസരിച്ച് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ നീഡിലെടുത്ത ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ തന്നെ വേണം നീഡിൽ താഴ്ത്തി കൊടുക്കാനായിട്ട്. ഇനി ആ ബീഡ്സ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം മുകളിലാണ് കേട്ടോ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 ബീഡ് ഇടവിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി വരുന്ന സ്പേസിൽ നമുക്ക് കട്ട് ബീഡ് ഒന്ന് സ്കാറ്റർ ചെയ്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.